മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നു. CMRLനെതിരെ ഗുരുതര ആരോപണവുമായി SFIO ദില്ലി ഹൈക്കോടതിയിൽ. ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്കും CMRL പണം നൽകിയോ എന്ന് സംശയിക്കുന്നതായാണ് SFIO പറയുന്നത്. ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുകയാണെന്നും SFIO ദില്ലി ഹൈക്കോടതിയെ അറിയിച്ചു. CMRL എക്സാലോജിക് ഇടപാടിൽ അന്വേഷണം പൂർത്തിയായിട്ടുണ്ട്. അന്വേഷണം തടയണോ എന്നാവശ്യപ്പെട്ടുള്ള CMRLന്റെ ഹർജിയിലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ശ്യാം ദേവരാജ് ചേരുന്നു വിശദാംശങ്ങളുമായി. ശ്യാം, ഏറെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ SFIO CMRLനെതിരെ ഉയർത്തുന്നത്. എന്താണ് വിശദാംശങ്ങൾ? വിനിത വേണു, CMRL എക്സാലോജിക് കരാറിലെ SFIO അന്വേഷണം ചോദ്യം ചെയ്തുള്ള CMRLന്റെ ഹർജിയാണ് ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി അതിന്മേൽ സ്ഥിരമായി ഡൽഹി ഹൈക്കോടതി വാദം കേൾക്കുന്നുണ്ട്. അതിൽ ഇന്ന് SFIOയുടെ എതിർവാദമായിരുന്നു. കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള അന്വേഷണ ഏജൻസിയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. ഈ ഇക്കാര്യത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അഭിഭാഷകനാണ് ഈ ചില ഗൗരവതരമായ ആരോപണങ്ങൾ CMRLനെതിരെ ഉന്നയിക്കുന്നത്. ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്കും CMRL പണം നൽകിയോ എന്ന് സംശയമുണ്ട് എന്ന കാര്യമാണ് SFIക്ക് വേണ്ടി ഹാജരായ കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. നേരത്തെ CMRL എക്സാലോജിക് കരാറുമായി ബന്ധപ്പെട്ടാണ് അതിന് ദുരൂഹമായ ഇടപാടുകളിലാണ് അന്വേഷണം നടത്തുന്നത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നടത്തുന്നത്. ആ അന്വേഷണത്തിന്റെ ഭാഗമായി നടത്തിയ അന്വേഷണത്തിലാണ് ഇക്കാര്യത്തിൽ ദുരൂഹമായ ഇടപാടുകളിലേക്കും അതായത് ഭീകരപ്രവർത്തനത്തെ അനുകൂലിക്കുന്നവരിലേക്കും CMRL പണം നൽകിയോ എന്ന സംശയം SFIO ഉയർത്തുന്നത്. ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുകയാണ് എന്ന കാര്യവും കൂടി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഡൽഹി ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തു. ഈ CMRL എക്സാലോജിക് കരാറുമായി ബന്ധപ്പെട്ട് കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ കീഴിൽ നടത്തുന്ന അന്വേഷണം പൂർത്തിയായി എന്ന കാര്യമാണ് SFIO ഇന്ന് ഹൈക്കോടതിയിൽ വാദത്തിനിടെ അറിയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാനാണോ ഈ CMRL പണം നൽകിയത് എന്ന കാര്യവും കൂടി അന്വേഷിക്കുന്നുണ്ട് എന്ന കാര്യവും കൂടി SFIO സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തു. ഇക്കാര്യത്തിൽ നേരത്തെ CMRL ശക്തമായ വാദങ്ങൾ SFIOക്കെതിരെ ഉന്നയിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം ഗുരുതരമായ ആരോപണം, അതായത് തീവ്രവാദ ബന്ധം, ഭീകരപ്രവർത്തനത്തെ അനുകൂലിക്കുന്നവർക്ക് പണം നൽകിയോ എന്ന് സംശയിക്കുന്നു എന്ന് പറയുമ്പോൾ SFIOക്ക് മാത്രം അന്വേഷിക്കാവുന്ന കാര്യമല്ലല്ലോ ഇത്. CMRLന്റെ പണമിടപാടുകൾ അപ്പോൾ കൂടുതൽ തലങ്ങളിൽ അന്വേഷണം നടത്തണം എന്നൊരാവശ്യം കൂടിയാണ് SFIO മുന്നോട്ട് വെക്കുന്നത്, അല്ലേ? വിനിത വേണു, അങ്ങനെ തന്നെയാണ്. ഇതിൽ നേരത്തെ തന്നെ കഴിഞ്ഞ തവണ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യം ഇപ്പോൾ നടത്തുന്നത് ഒരു വസ്തുത അന്വേഷണമാണ്. ആ വസ്തുത അന്വേഷണത്തിന് അപ്പുറത്തേക്ക് ഈ കാര്യത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തേണ്ടതുണ്ടെങ്കിൽ അക്കാര്യം തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. ഈ അന്വേഷണം പൂർത്തിയാക്കിയതിന്റെ റിപ്പോർട്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ CMRL എക്സാലോജിക് കരാറിലെ അന്വേഷണം പൂർത്തിയാക്കിയതിന്റെ റിപ്പോർട്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരാണ് ഇക്കാര്യത്തിൽ ഇത് നിലവിൽ വസ്തുതാന്വേഷണമാണ്. അതിനപ്പുറത്തേക്ക് ഒരു ക്രിമിനൽ കേസെടുത്തുള്ള അന്വേഷണത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അക്കാര്യം തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്, കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയമാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഇക്കാര്യങ്ങളടക്കം അന്വേഷിക്കേണ്ടതുണ്ടെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് CBI ഉൾപ്പെടെയുള്ള ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കാനായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. എന്തായാലും ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഇക്കാര്യം ഡൽഹി ഹൈക്കോടതി അറിയിച്ചു. സമാനമായ കാര്യം കേന്ദ്ര സർക്കാരിനെയും ആ റിപ്പോർട്ടിലൂടെ തന്നെ അറിയിച്ചിട്ടുണ്ടാവും എന്ന കാര്യമാണ് നമ്മൾ അനുമാനിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ അക്കാര്യത്തിൽ ഗൗരവമായ രീതിയിൽ തന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ റിപ്പോർട്ടിനെ കേന്ദ്ര സർക്കാർ കാണുകയും ആ രീതിയിലുള്ള അന്വേഷണവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയും ചെയ്യും. ശ്യാം, തുടരുക. ഇപ്പോൾ